என் நெஞ்சில் குடியிருக்கும் ചലച്ചിത്ര ലോകത്ത് മാത്രമല്ല ജീവിതത്തിലും നായകനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന ദളപതി വിജയ്. 1974 ജൂൺ 22 സംവിധായകൻ ചന്ദ്രശേഖരൻ്റെയും ശോഭ ചന്ദ്രശേഖരൻ്റെയും മകനായി ജനിച്ച വിജയ് ബാലതാരമായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് നിരവധി ചിത്രങ്ങളിലൂടെ തമിഴ് സിനിമയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായി തന്നെ അദ്ദേഹം വളർന്നു വന്നു. അഭിനയത്തിനു പുറമെ പല ചിത്രങ്ങളിലും ഗായകനായും തിളങ്ങി. പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ദളപതിയുടെ പല ചിത്രങ്ങളും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും പല വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. തുപ്പാക്കി, കത്തി, മെർസൽ, സർക്കാർ തുടങ്ങിയ ചിത്രങ്ങളിൽ അഴിമതി, കർഷക പ്രശ്നങ്ങൾ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ പല പൊതുവിഷയങ്ങളും ചർച്ച ചെയ്യുകയും സർക്കാരുകളുടെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ പദവിയിലിരിക്കുമ്പോൾ 2009 രജിസ്റ്റർ ചെയ്ത വിജയ് മക്കൾ ഇയക്കം എന്ന തൻ്റെ ഫാൻസ് അസോസിയേഷൻ വഴി സൗജന്യ ഭക്ഷണം, വിദ്യാഭ്യാസ സഹായം, നിയമസഹായം തുടങ്ങിയ പല സാമൂഹ്യ സേവനങ്ങളിലൂടെയും അദ്ദേഹം ആളുകൾക്കിടയിൽ ജനപ്രീതി നേടി. ഈ ഒരു ജനപ്രീതി തന്നെയാണ് വിജയ് എന്ന സിനിമാ നടനെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാനുള്ള അടിത്തറ പാകിയത്. വർഷങ്ങളോളം സാമൂഹ്യ സേവനങ്ങളിലൂടെയും സിനിമയിലെ രാഷ്ട്രീയ പരാമർശങ്ങളിലൂടെയും സൂചനകൾ നൽകിയിരുന്ന വിജയ് 2024 തൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2024 ഫെബ്രുവരി 2 തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ തൻ്റെ പാർട്ടി പ്രഖ്യാപനം നടത്തി. ചെന്നൈ നഗരത്തിലെ പനയൂരിലാണ് തമിഴക വെട്രിക്കഴകം അഥവാ TVKയുടെ ആസ്ഥാനം. പിറപ്പൊക്കും എല്ലാം ഉയർക്കും, ജന്മം കൊണ്ട് എല്ലാവരും തുല്യരാണ് എന്നതാണ് പാർട്ടിയുടെ മുദ്രാവാക്യം. ജാതി മത വിവേചനമില്ലാതെ അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണമാണ് പാർട്ടി വാഗ്ദാനം ചെയ്യുന്നത്. കൂടാതെ തമിഴ്നാടിൻ്റെ വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുക, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും മതേതരത്വത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് TVKയുടെ പ്രധാന രാഷ്ട്രീയ നിലപാടുകൾ. വിസിൽ ആണ് TVKയുടെ ചിഹ്നം. തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെയാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ് വിജയിച്ചിരിക്കുന്നത്. ചെറിയ സമയപരിധിക്കുള്ളിൽ തൻ്റേതായ വ്യക്തിമുദ്ര തമിഴ് രാഷ്ട്രീയത്തിലും പതിപ്പിച്ചിരിക്കുകയാണ് വിജയ്. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും താൻ നായകൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് ചരിത്രം രചിച്ച തമിഴ്നാടിൻ്റെ പുതിയ അമരക്കാരന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.